ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബന്നെന്ന് പറഞ്ഞാൽ വെറും ബന്നല്ല കേട്ടോ, ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനിത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം. അതിനാവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്, അതൊരു 3 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഈസ്റ്റാണ്, അപ്പോൾ 1 സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മിൽക്ക് പൗഡറാണ്, അതൊരു 3 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാവ് കുഴച്ചെടുക്കണം. ആദ്യം സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നന്നായി മാവ് പൊങ്ങി വരും. ഇനി ഇതിന് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് ഞാൻ എടുത്തത് ബീഫാണ്. ബീഫ് വേവിച്ച് കട്ട് ചെയ്തിട്ടെടുത്തതാണിത്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 2 സ്പൂൺ കുരുമുളക് പൊടിയാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ബീഫ്. അപ്പോൾ ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ബീഫ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും എല്ലാം ചെയ്യാം കേട്ടോ. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 1 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ചില്ലി സോസാണ്, അത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് പച്ചക്കറികൾ വേണം. പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ക്യാരറ്റും ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയുള്ള ഒരു ബന്നിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇങ്ങനെ ആക്കി കൊടുത്താൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരുപോലെ ആക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഹണിയാണ്, അത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണ്ട, അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചേർത്താൽ. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കണ്ടേ. അപ്പോൾ ഇത് മാവ് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്, കണ്ട. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഇതാ ഓരോരോ ബോൾസാക്കി എടുക്കാം. ഒരു ചപ്പാത്തി ചുടുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു ബോൾസാക്കി എടുക്കാം. ഇതാ ഞാൻ അങ്ങനെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി ഇതാ ഫില്ലിങ് ഇതാ എങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഓരോരോ ബോൾസ് എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കാം. അതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഒരു
1-2 സ്പൂണ് നന്നായിട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ട ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് ഒട്ടണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോഴേക്ക് അത് ഇങ്ങനെ തുറന്നു പോകും. അപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഫില്ലിങ് കഴിയുന്നതും നന്നായിട്ട് ഉള്ളിൽ നിറച്ച് വെച്ച് കൊടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അതുപോലെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. നല്ലോണം ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണയിലിടുമ്പോൾ നന്നായി പൊങ്ങി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നമ്മൾ ഇതാ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പാന് ചൂടാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം, എന്നാലേ ഉള്ളി ശരിക്ക് വേവും. അപ്പോൾ കുറച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായി കിട്ടും, അന്നേരമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ എണ്ണയിലിടുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, ബോൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഓരോന്നോരോന്ന് ഇതുപോലെ കോരിയെടുക്കാം. അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നല്ല. കണ്ട നല്ല ബോൾ പോലെ തന്നെ ഉണ്ട്, പൊങ്ങി വന്നിട്ട്. ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് ഈ മാവ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മത് മിൽക്ക് പൗഡർ, ഈസ്റ്റ്, പഞ്ചസാര എല്ലാം ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൂടി വരുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.